ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഞാൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് കർക്കിടകം 1 കർക്കിടകം 1 പൊതുവെ പുണ്യമാസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ മാസത്തിൽ എല്ലാവരും ഒരു മരുന്ന് കഞ്ഞി കുടിക്കുന്നൊരു പതിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നൊരു മരുന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മരുന്ന് കഞ്ഞിയിലേക്ക് പോകാം. അതിനൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വിടുന്നു. ഗൈസ്, നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമായ കൂട്ടുകൾ നോക്കാം. ഞാൻ നവരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം ഒരു ടീസ്പൂൺ, പിന്നെ ആയാളി ഒരു അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ കൊച്ചുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എനിക്കൊരു മരുന്നല എടുത്തിട്ടുണ്ട്. ഇതിന് പറയുന്നത് ഞരമ്പോടൽ എന്നാണ്. നമ്മൾ ഞരമ്പോടൽ കുറച്ചൊരു 4-5 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ അരിയും ഉലുവയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഉലുവയും കൂടി ഞാനിത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ ഇതൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഇതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഞാൻ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു മൺകലം എടുത്ത് വെക്കുവാണേ. അപ്പോൾ ഞാൻ അടുപ്പത്ത് മൺകലം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാമേ. കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കലം ഒന്ന് ചൂടാവട്ടെ. കലത്തിലേക്ക് നമുക്കിനി അരി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ മൊത്തം അരി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. നമുക്കിനകത്തോട്ട് ഇനി ആയാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ആയാളി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ചു വെക്കാമേ. അടച്ചു വെച്ചൊന്ന് വേവട്ടെ. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മരുന്നും ഒക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു കല്ല് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇല ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി കുഞ്ഞിങ്ങനെ എൻ്റെ നടുക്കത്തെ ആ ഒരു വേരൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ജീരകം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് നമ്മുടെ കൊച്ചുള്ളിയും കൂടെ വെച്ച് അരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കൊച്ചുള്ളിയും ജീരകവും നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇല വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരപ്പ് നല്ല പേസ്റ്റ് പോലാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. സോറി മരുന്ന്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആ മരുന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അരച്ച് വെച്ച മരുന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മരുന്ന് ഇനി ഒന്ന് വെന്ത് വരട്ടെ. മരുന്ന് നമുക്കിനി കുറച്ചിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാമേ. ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ പറയാൻ മറന്നു. നമ്മുടെ തേങ്ങാപ്പാലാണ്, അല്ലെങ്കിൽ പശുവും പാൽ ആഡ് ചെയ്യാം. അപ്പം ഞാനിത് തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമുക്കിനി ഇതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാമേ. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കഞ്ഞി ഇളക്കി നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കണം. നല്ലോണം ഒന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാമേ. പാത്രത്തിലേക്ക് മാറ്റുവാണേ.
നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, സൂപ്പറാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വേണം. അപ്പം അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സീ യു, താങ്ക് യു.